ഈ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത് മഹാനടനായ സലിം കുമാറിൻ്റെ മരണവാർത്തയാണ്. വെറുതെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ തപ്പിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ. ആ മഹാനടന്റെ നേർക്കുള്ള ആക്രോശം, ശാപം, അധിക്ഷേപം. എന്ത് വൃത്തികെട്ട തരം താണ നാടായി നമ്മുടെ നാട് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മരണത്തെപ്പോലും ഇത്രത്തോളം അപഹാസ്യതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വൃത്തികെട്ട സമൂഹമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഇനിയൊരു മോചനമുണ്ടാകും എന്നുള്ള വിശ്വാസം പോലുമില്ല. ഈ മഹാനടന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നില്ല. സിനിമയിൽ കണ്ട് മാത്രം അറിവുള്ള ഒരു നടൻ മാത്രമാണ് അദ്ദേഹം. പക്ഷേ അയൽവക്കത്തെ ശത്രു മരിച്ചാൽ പോലും ചെന്ന് അവിടെ നിന്ന് ആദരവോടുകൂടി ഒന്ന് തല കുമ്പിട്ട് വരുന്ന മലയാളിയുടെ പഴയ സംസ്കാരം എന്നേ നശിച്ചിരിക്കുന്നു. പല പ്രാവശ്യം സൈബറിടങ്ങളിൽ മരിച്ച വ്യക്തിയാണ് സലിം കുമാർ. പല പ്രാവശ്യം നമ്മൾ ആ മരണ വാർത്ത സൈബറിടങ്ങളിൽ കണ്ടതാണ്, ഞെട്ടലോടുകൂടി. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഭൂമിയിൽ നിന്ന് നമ്മെ വിട്ടകന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയ്ക്ക് താഴെ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത പോസ്റ്റിന് താഴെ വരുന്ന ചില അധിക്ഷേപങ്ങൾ, കമന്റുകൾ നമ്മുടെ ഈ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ഈ ഒരു വിശകലനത്തിൽ പറയാൻ പോലും അറപ്പുളവാക്കുന്ന വാക്കുകൾ. ഈശ്വര, ഇങ്ങനെയൊക്കെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നല്ലോ. തൻ്റെ ആദർശത്തിൽ കൂടെ നിൽക്കാത്ത ഒരു മനുഷ്യനോട്, ആ ആളിൻ്റെ മരണത്തോട് ഇത്രയും നികൃഷ്ടമായി പെരുമാറാൻ മലയാളിക്ക് കഴിയുന്നല്ലോ. ഇവനൊക്കെ ചത്തുകൂടെ? ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ ആ ഒരു പ്രതികരണങ്ങളിൽ ഏറ്റവും ചെറുതാണ്. ജാതി ചിന്തകളും മതചിന്തകളും രാഷ്ട്രീയ ചിന്തകളുമൊക്കെ മനുഷ്യനെ ഇത്രമാത്രം അധപ്പതിപ്പിക്കുമോ എന്ന് അത്ഭുതത്തോടെ, ഞെട്ടലോടെ നോക്കിപ്പോകുന്നു. മിമിക്രി ലോകത്തു നിന്ന് സിനിമയിലേക്ക് കടന്നു വന്ന് നമ്മെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ നടൻ ദീനാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴുണ്ടായ സൈബർ ആക്രമണം ഭീകരമായിരുന്നു. ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവുകൾ മാറിയെന്ന് വരാം, പക്ഷേ വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവുകൾ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് എത്തുക. അതൊരിക്കലും മാഞ്ഞു പോകില്ല. ഈ വാക്കുകൾ വായിക്കാൻ ആ മഹാനടൻ ഇല്ല ഇപ്പോൾ ഭൂമിയിൽ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം. കാരണം മനുഷ്യൻ ഇത്രയും അധപ്പതിക്കാൻ പാടില്ല. സിനിമയിൽ അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളും ഇന്നും സൈബറിടങ്ങളിൽ മറ്റുള്ളവരെ ട്രോളാൻ ഉപയോഗിക്കും.